അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹർമല റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ വന്നുകൊണ്ട് അവിടുന്ന് ചോദിക്കുകയാണ്, അവിടുന്ന് പറയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് കൽപ്പിക്കു നബിയെ, എന്തെങ്കിലും ഒരു ഉപദേശം പറഞ്ഞു തരൂ നബിയെ, ഞാൻ നന്നാകാൻ വേണ്ടി, എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോഴാണ് മുത്തനബി അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ ഹർമല ഇത്തിൽ മഅറൂഫ വജിതനിബിൽ മുൻകറ, അള്ളാഹു കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് നീ ചെയ്യേ ഹർമല. അതേപോലെ തന്നെ അള്ളാഹു വിരോധിച്ച കാലത്ത് നിന്ന് വിട്ടു നിൽക്ക്. ഇതാണ് വലിയ ഇബാദത്ത്, ഇതാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളത്, എനിക്കും ഏറെ ഇഷ്ടമുള്ളത്. എന്നിട്ട് ഹർമല റളിയല്ലാഹു അൻഹുവിനോട് വീണ്ടും ഒരു ഉപദേശം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ്. അതായത് ആൾക്കാരൊക്കെയും നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മെ അവർ ബഹുമാനിക്കുന്നുണ്ട്, നമ്മെ അവർ ആദരിക്കുന്നുണ്ട്, നമ്മെ അവർ മദ്ഹ് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ അഭാവത്തിൽ അവർ നമ്മെ മദ്ഹ് ചെയ്യുന്നില്ല, നമ്മെ പരിഗണിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ അത് നമ്മളുടെ സ്വഭാവം കുറവ് കൊണ്ടാണ്, നമ്മൾ അവർക്ക് വേണ്ടതുപോലെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്, നമ്മുടെ സ്വഭാവം അവർ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഹർമല, നിന്നെക്കുറിച്ച് നിന്റെ അഭാവത്തിൽ നിന്റെ കൂട്ടുകാർ, നിന്റെ കുടുംബക്കാർ, നിന്റെ അയൽവാസികൾ അവർ നിന്നെക്കുറിച്ച് എന്താണോ പറയാൻ നീ ഉദ്ദേശിക്കുന്നത് അത് നീ ചെയ്യണം. അതേ സമയത്ത് നിന്നെക്കുറിച്ച് അവർ എന്താണ് പറയാൻ പാടില്ല എന്ന് നീ ഉദ്ദേശിക്കുന്നു, അതൊരിക്കലും നീ ചെയ്തു പോകരുതേ ഹർമല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹർമല റളിയല്ലാഹു അൻഹുവിനോട് വല്ലാത്ത വളരെ ഗൗരവമില്ല ഒരു ഉപദേശം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മുടെ മുമ്പിൽ ആർക്കും എന്തും പറയാം. നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ അയൽവാസികൾ, കൂട്ടുകാരൊക്കെ നമ്മളുണ്ടാകുന്ന നമ്മുടെ സാന്നിധ്യത്തിൽ അവരെ നമ്മളെക്കുറിച്ച് നല്ലത് പറയും, നമ്മെ ബഹുമാനിക്കും, നമ്മെ പരിഗണിച്ച് എന്ന് വരും. പക്ഷേ നമ്മളില്ലാത്തൊരവസ്ഥയിലും നമ്മെക്കുറിച്ച് അവർ ബഹുമാനിക്കുമോ, നമ്മെക്കുറിച്ച് അവർ പരിഗണിക്കുമോ, എന്നെക്കുറിച്ച് അവർക്ക് ഇഷ്ടമുണ്ടാകുമോ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. അത് ഉണ്ടാകും. ചിലരെ കുറിച്ചിട്ട് അവർ ഇല്ലാത്ത സമയത്ത് പോലും, അവരുടെ അഭാവത്തിൽ പോലും, ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് മുന്നിലില്ലെങ്കിലും ആ ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് വല്ലാത്ത മതിപ്പാണ്. മക്കൾക്ക് ആ ബാപ്പ അവിടെ വീട്ടിലില്ലെങ്കിലും ആ ബാപ്പയെക്കുറിച്ച് ബഹുമാനമാണ്. അതേപോലെ അയൽവാസികൾക്ക്, കൂട്ടുകാർക്ക് അയാൾ അവിടെ ഇല്ലെങ്കിൽ പോലും അയാളെക്കുറിച്ച് വല്ലാത്ത മതിപ്പാണ്. കാരണം അയാളുടെ സ്വഭാവം അങ്ങനെയുള്ള സ്വഭാവമാണ്. അയാൾ അത്രമാത്രം ഒരു ഉന്നതി, ഹുസ്നുൽ ഖുൽഖുള്ള, നല്ലത് എല്ലാവരും നല്ലത് ചെയ്യുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അയാളുടെ അഭാവത്തിൽ പോലും എല്ലാവരും അവരെ ബഹുമാനിക്കുകയാണ്, അവരെ പരിഗണിക്കുകയാണ്, അവരെ സ്നേഹിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ആകണം. പലപ്പോഴും നമ്മൾ സന്തോഷിക്കുന്നത് എന്താണ്? എന്നെക്കുറിച്ച് എൻ്റെ മുമ്പിൽ രണ്ടാൾക്കാർ നല്ലത് പറയുമ്പോഴേക്ക് ഞാനൊരു നല്ലവനായി എന്ന് നാം ചിന്തിച്ചു പോവുകയാണ്. ഒരിക്കലും അങ്ങനെയല്ല. നല്ലവനാകുന്നത് നമ്മളില്ലാത്ത സമയത്ത്, നമ്മുടെ അഭാവത്തിൽ നമ്മളെക്കുറിച്ച് അവർ നല്ലത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലവനാണ് എന്ന് നാം വിലയിരുത്തണം. അല്ലാത്ത കാലത്തോളം ഒരിക്കലും പോലും നാം നല്ലവരായിട്ടില്ല എന്ന ആ വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. അതാണ് ഹർമല റളിയല്ലാഹു അൻഹുവിനോട് മുത്തനബി വല്ലാത്തൊരു ഉപദേശമാണ്. നിന്റെ മുമ്പിലല്ല, നിന്റെ അഭാവത്തിൽ നിന്നെക്കുറിച്ച് അവർ നല്ലത് പറയുന്നത് നീ ധാരാളം ചെയ്യണം. അതേ സമയത്ത് നിന്റെ അഭാവത്തിൽ നീ ഇല്ലാത്ത സമയത്ത് നിന്നെക്കുറിച്ച് അവർ ഒരിക്കലും പോലും കുറ്റം പറയുന്ന, ദോഷം പറയുന്ന, ചീത്ത പറയുന്ന ഒരവസ്ഥ നിന്റെ ജീവിതത്തിലോ നിന്റെ പ്രവൃത്തിയിലോ ഉണ്ടാകാൻ പാടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ച ആ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ നാം പകർത്താൻ നോക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.